അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. റബീഉൽ അവ്വലിന് മഹത്വം ലഭിക്കാനുള്ള കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണെന്നും ആ നൂറിൽ നിന്നാണ് ബാക്കിയുള്ള സർവ്വ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കിയതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിന്റെ കൂടെ അർശിങ്കൽ ചേർത്തി പറഞ്ഞ നാമം അതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത്തരത്തിൽ ധാരാളം മഹത്വങ്ങൾ കൊണ്ട് അനുഗ്രഹീതരാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലും അവിടത്തെ കൊണ്ട് സന്തോഷിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും മറ്റുള്ള മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അസാധാരണമാം വിധം അനുഗ്രഹിക്കപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ മഹത്വമാക്കപ്പെട്ട ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നാം പ്രത്യേകം സന്തോഷിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ റഹ്മത്തിലും അവന്റെ ഫളിലും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, അത് അവർ ഒരുമിച്ച് കൂട്ടിയതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ ഫളല് കൊണ്ടും സന്തോഷിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് സ്വഹാബികളിൽ പ്രമുഖരും റഈസുൽ മുഫസ്സിരീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവരുമായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നതും ആ രൂപത്തിലാണല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ റഹ്മത്തായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നാം പ്രത്യേകം സന്തോഷിക്കേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും അടങ്ങുന്ന ഉത്തമ നൂറ്റാണ്ടിലുള്ളവരും ശേഷം വന്ന സലഫു സ്വാലിഹീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്നവരായിരുന്നു. ഒറ്റക്കായും കൂട്ടമായും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുക എന്നുള്ളത് സ്വഹാബത്തിന്റെ ഒരു പതിവ് രീതിയായിരുന്നു. മദീന പള്ളിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയാൻ വേണ്ടി മാത്രം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മിമ്പർ തന്നെ പണിതു നൽകുകയും, അല്ലാഹുവേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുന്നിടത്തോളം കാലം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് റൂഹുൽ ഖുദ്സ് കൊണ്ട് നീ ശക്തി പകരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ദാനധർമ്മങ്ങളും മറ്റെല്ലാ നന്മ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള മഹബ്ബത്തിനെയും തഅലീമിനെയും വിളിച്ചോതുന്നതാണ്. ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ ഫതാവയിലും ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവരുടെ തുഹ്ഫയിലും ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയും ഇമാം സഖാവി റഹിമഹുല്ലയും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ ഈ അടുത്ത കാലത്തായി ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തെ വിമർശിക്കുന്നതായി കാണാം. ഇസ്ലാമിന്റെ
തനതായ പാരമ്പര്യത്തെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഇത്തരത്തിൽ നബിദിനാഘോഷത്തെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ വഹാബികൾ നബിദിനാഘോഷം ശിർക്കാണെന്നും തള്ളപ്പെടേണ്ട ബിദ്അത്താണെന്നും നിരന്തരം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നത് ദിനംപ്രതി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മുൻഗാമികൾ മാത്രമല്ല, ആദ്യകാല വഹാബി നേതാക്കൾ പോലും നബിദിനം ആഘോഷിച്ചവരായിരുന്നു. ഇത്തരത്തിൽ അവർ ആഘോഷിച്ച നബിദിനങ്ങളുടെ റിപ്പോർട്ടുകളും വാർത്തകളും അവരുടെ പ്രസിദ്ധീകരണങ്ങളായ അൽ ഇർഷാദിലും അൽ മുർഷിദിലും കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ നബിദിനാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ് എന്ന അപശബ്ദങ്ങൾ ഈ ഉമ്മത്ത് കേൾക്കാൻ തുടങ്ങിയിട്ട് 100 വർഷം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ബിദ്അത്തുകാർ നബിദിനത്തെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്, മൗലിദ് സദസ്സ് എന്നിവയെ വിമർശിക്കുകയും അവയെ മുടക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ നിന്ദിക്കുകയും നന്മകളെ മുടക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ബിദ്അത്തുകാരിൽ നാം കണ്ടുവരുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യങ്ങൾ. ബിദ്അത്തുകാരുടെ തലമുതിർന്ന നേതാവായ സാക്ഷാൽ ഇബ്നു തൈമിയ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ ബഹുമാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഉദ്ദേശം നന്നായതുകൊണ്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചതുകൊണ്ടും അവർക്ക് പ്രതിഫലമുണ്ട്. ഇബ്നു തൈമിയയുടെ ഈ നിലപാട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ചുരുക്കത്തിൽ ആധുനിക വഹാബികൾക്ക് ദേഷ്യം നബിദിനാഘോഷത്തോടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെയാണ്.